ഫയൽ മെനുവിൽ ഓപ്പൺ റെസെന്റ് എന്ന ഭാഗത്ത് 10 ഫയലുകളാണ് നമുക്കുള്ളത്. ഇതിന്റെ നമ്പർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതായത് ഇതിന്റെ ഈ നമുക്ക് റെസെന്റ് ഫയലുകളുടെ എണ്ണം കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് കീബോർഡിൽ കൺട്രോൾ കെ പ്രസ് ചെയ്യുക. കൺട്രോൾ കെ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് എന്നാണ് അർത്ഥം. കൺട്രോൾ കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഡയലോഗ്, ഈ ഡയലോഗിൽ നമുക്ക് പോകേണ്ടത് ഫയൽ ഹാൻഡ്ലിംഗ് എന്നുള്ള ഭാഗത്താണ്. അതുകൊണ്ട് ഇതിനെ ഡൗൺ ഏരോ കൊടുക്കുക. ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാം. ടാബ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് പോകേണ്ടത് ഈ ഫയൽ ഹാൻഡ്ലിംഗിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോകേണ്ടത് നെക്സ്റ്റ് പ്രീവിയസ് എന്നുള്ളതിലേക്കാണ് പോകേണ്ടത്. ഈ നെക്സ്റ്റ് ബട്ടൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അണ്ടർലൈൻഡ് ലെറ്റർ കൺട്രോൾ എൻ ആണ്. അതുകൊണ്ട് കീബോർഡിൽ ആൾട്ട് എൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ അത് ഫയൽ ഹാൻഡ്ലിംഗിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വരേണ്ടത് ഇവിടേക്കാണ്. റെസെന്റ് ഫയൽ ലിസ്റ്റ് കണ്ടെയ്ൻസ് 10 ഫയൽസ് എന്നുള്ളതാണ്. ഇവിടെ ഈ കൺട്രോളിന്റെ ആക്സലറേഷൻ കീ 6 ആണ്. അതുകൊണ്ട് ആൾട്ട് 6 പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള നമ്പറോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക. കൂടുതൽ നമ്പർ ടൈപ്പ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാനിവിടെ 5 എന്നാക്കി മാറ്റി എൻ്റർ പ്രസ് ചെയ്യുക. ഇനി നോക്കുക, ഫയൽ മെനുവിൽ റെസെന്റ് ഫയൽ നോക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് 5 എത്രയാണ് കാണുന്നത്. ഇനി നോക്കാം, ഇവിടെ ക്ലിയർ റെസെന്റ് എന്നുള്ളത് ഭാഗത്ത് ഒരു കമാൻഡ് ആണിത്. ഈ കമാൻഡ് കീക്ക് നമുക്ക് ഒരു കമാൻഡ് കീ ഇല്ല. മറ്റ് ഇതിനൊക്കെ കമാൻഡ് കീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസെന്റ് ഓപ്പൺ എന്നുള്ളതിന് ഒരു കമാൻഡ് കീ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് കീബോർഡിൽ നമ്മൾ ആൾട്ട് ഇ പ്രസ് ചെയ്യുക. ആൾട്ട് ഇ എന്ന് പറഞ്ഞാൽ എഡിറ്റ് മെനു. അതിൽ ഏറ്റവും താഴത്തെ സെക്ഷനിൽ മൂന്നാമത്തെ ഇത്, അതായത് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ അണ്ടർലൈൻഡ് കീ നോക്കിയാൽ വൈ ആണ് ഉള്ളത്. അതുകൊണ്ട് അതിന് ഡൗൺ ഏരോ കൊടുത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഫയൽ മെനുവിലാണ് വേണ്ടത്. ഫയൽ മെനുവിൽ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ റെസെന്റ് എന്നുള്ളതിലേക്ക് താഴത്തേക്ക് പോകാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ക്ലോസ്, ഫയൽ മെനുവിൽ ഓപ്പൺ റെസെന്റ്, ഇവിടെ ക്ലിയർ റെസെന്റ് എന്ന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു കീബോർഡ് കമാൻഡ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഷിഫ്റ്റ് കൺട്രോൾ എ പ്രസ് ചെയ്യാണ്. എ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് ലഭിക്കുന്നതാണ് ഒരു ഇൻഫർമേഷൻ. എ ഈസ് ആൻ ഇൻവാലിഡ് ഷോർട്ട് കട്ട് ആണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കീ കോമ്പിനേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് കൺട്രോൾ പിടിച്ചുകൊണ്ട് എൽ ആണ്. അതുകൊണ്ട് ഷിഫ്റ്റ് കൺട്രോൾ ഞാൻ അമർത്തി പിടിച്ചുകൊണ്ട് എൽ പ്രസ് ചെയ്തു. ഉടനെ അവിടെ ഒരു ഷിഫ്റ്റ് കൺട്രോൾ എൽ വന്നിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇത് താഴത്തെ ആ ഇൻഫർമേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഷിഫ്റ്റ് കൺട്രോൾ എൽ ഈസ് ഓൾറെഡി ഇൻ യൂസ്. അത് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമാൻഡ് കോമ്പിനേഷൻ ആണ്. ഇൻ യൂസ് ആൻഡ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ ഇമേജ്. ഇമേജിലെ ഓട്ടോടോൺ എന്ന് പറയുന്ന ഇമേജ് മെനുവിലെ ഓട്ടോടോൺ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമാൻഡിന്റെ കോമ്പിനേഷൻ ആണ് ഓൾറെഡി ഇപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ എൽ. അത് നമ്മൾ ക്ലിയർ റെസെന്റ് എന്നുള്ളതിലേക്ക് അസൈൻ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് സ്വീകരിക്കാം, ഒഴിവാക്കാം. ആക്സെപ്റ്റ് ആൻഡ് ഗോ ടു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സ്വീകരിക്കാം. ഇവിടെ നോക്കുക, ഇനി ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം. ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഫയൽ മെനുവിൽ നിന്നും നമുക്ക് ഓപ്പൺ റെസെന്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ക്ലിയർ റെസെന്റ് എന്നുള്ളതിന് ആ ഷോർട്ട് കട്ട് കീ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക.